welcome to our channel EB Fun World. ഹലോ വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ കാണാം. അപ്പോൾ ബാക്ക് ടു അവർ വീഡിയോ. ഈ കാണുന്നതെല്ലാം ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് തോന്നുന്നുണ്ട്. ഇത് തീം ബേസിൽ ചെയ്തിട്ടുള്ള ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓരോ ഡെക്കോർ ഐറ്റംസ് ആണ്. ഇതുപോലെയുള്ള കുറച്ച് ഡിന്നർ സെറ്റുകളും സേവിങ് ബോളുകളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബഹൂറൊക്കെ കത്തിച്ച് വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ്. ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് അവിടെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഡിന്നർ സെറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ബാക്കി ബോക്സുകളിലായിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല കളേഴ്സിൽ വരുന്നത്, പ്രിൻറ്റിൽ ഡിഫറൻസ് വരുന്നത്, അതുപോലെ ഈ ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് വരുന്നത്, പ്ലെയിൻ ആയിട്ട് വരുന്നത്, അങ്ങനെ ഒരുപാടുണ്ട്. സ്റ്റീലിൻ്റെയും സെറാമിക് കോട്ടിങ് വരുന്ന കുക്കറുകളാണിത്. ഇതുപോലെ ഈ ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പല വെറൈറ്റികൾ, പല ഷേപ്പിൽ, പല കളേഴ്സിൽ, ഗോൾഡ് മാത്രം വരുന്നത്, സിൽവറിൽ വരുന്നത്, ഗ്ലാസിൻ്റെത്, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷെ എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ ഓരോ ഷോപ്പിലും വ്യത്യസ്ത തരം ഇതുപോലെയുള്ള കളക്ഷൻസാണ് കാണാൻ പറ്റുക. ഒരു ഷോപ്പിൽ കണ്ട സെയിം കളക്ഷൻസ് മറ്റേ ഷോപ്പിൽ കാണുന്നത് വളരെ ചുരുക്കമായിരിക്കും. ചിലതൊക്കെ നമുക്ക് സെയിം ആയിട്ട് തോന്നുമെങ്കിലും അതിൽ ഡീറ്റെയിലിംഗ് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ ഓരോ ഐറ്റംസിലും പ്രോഡക്റ്റിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പോലും ഇതിങ്ങനെ ബൾക്കായിട്ട് കാണുമ്പം നല്ലൊരു ഫ്രഷ് ഫീൽ തന്നെയാണ്. ഈ കാണുന്നതെല്ലാം സെറ്റുകളാണ്. അതായത് ഗാവ ഒടിക്കാനും ചായക്കും വേണ്ടിയിട്ടുള്ള എല്ലാം കൂടെ വരുന്ന സെറ്റുകളാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഗാവയ്ക്ക് വേണ്ടി മാത്രമുള്ള സെറ്റായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. ഇത് സ്റ്റീലിൻ്റെതാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനൊരു ബൗൾ ടൈപ്പിലുള്ളതാണ്. അതിൻ്റെ ഒരു ഗ്ലൈസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതും അതുപോലെ ടേബിളിൽ വെക്കുന്നതാണ്. ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഇതിൽ തന്നെ ക്യാപ്പുകൾ വരുന്നതും അവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നേരിട്ട് കാണുമ്പം ഈ ക്യാമറ കാണുന്നതിനേക്കാൾ ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ഗ്ലൈസിങ്ങും എല്ലാം അടിപൊളിയാണ്. ഇത് ടേബിളിൽ ഇങ്ങനെ ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുമോ, ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ കാണാൻ കൊള്ളാം. ഇത് ചുമ്മാ ടേബിളിൽ വെച്ചാൽ തന്നെ ഭംഗിയായിരിക്കും. അത്രയും ഫിനിഷിങ്ങുമാണ്, ഭംഗിയുണ്ട് കാണാൻ.
ഇത് ഗ്ലാസ്സിൽ മെറ്റലിൻ്റെ കോട്ടിങ് വരുന്ന ഓയിൽ ഡിസ്പെൻസറാണ്. അതുപോലെ തന്നെ സ്പൈസ് ജാറുകളും അവിടെ ഉണ്ട്. ഇതും ഗ്ലാസ്സിൽ മെറ്റൽ കോട്ടിങ് വരുന്നതാണ്. ഈ കാണുന്നതെല്ലാം ട്രേകളാണ്. ഇത് കണ്ട ഒരു ടേബിളിലേക്ക് വേണ്ട എല്ലാം അടങ്ങിയിട്ടുള്ള ട്രേ ആണിത്. ഇതിൽ ടിഷ്യൂ ബോക്സ് അടക്കം കുഞ്ഞു കുഞ്ഞു ബൗളുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം ബംഗ്ലാദേശിലുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. അങ്ങേര് പറഞ്ഞു ഇത് നല്ല ഭംഗിയുണ്ടാവുമെന്ന് പറഞ്ഞിട്ടും എനിക്ക് എടുത്തു തന്നതാണ് ഈ കാണുന്നത്. ഇതും ട്രേകളിൽ പെട്ടതാണ്. അതുപോലെ ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ഒരു ഷോ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഒരു ജിക്കിൻ്റെ ഷേപ്പിൽ വരുന്നത്. അതിൻ്റെ മേലെ ഒരു ട്രേ ഉണ്ട്. ഇത് താഴ്ഭാഗം ഒന്നുമില്ല, കാലിയാണ്. ജസ്റ്റ് ഷോ പീസ് അല്ലെങ്കിൽ ഇതുപോലെ സേവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നൊരു ഐറ്റം. അതിൻ്റെ തന്നെ വൈറ്റും അവിടെ ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ കണ്ട സിൽവറും അതുപോലെ ഗ്ലാസിൻ്റെ സെറാമിക്കിൻ്റെയൊക്കെ കണ്ടല്ലോ, അതിൻ്റെ തന്നെ ഫുൾ ഗോൾഡൻ കളേഴ്സിൽ വരുന്ന സെയിം ഐറ്റംസാണ്. അതിൻ്റെ ബൗളുകളും ട്രേകളും ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതുമായിട്ടുള്ള ഫുൾ ഗോൾഡൻ കളറിൽ വരുന്ന ഐറ്റംസാണ്. അതുപോലെ അവിടെ കണ്ടതാണ് ഇത് ട്രേയും ബൗളും സെറ്റായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഊരിയെടുക്കാനൊന്നും പറ്റില്ല, അവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്.
വുഡിൻ്റെ കുറച്ച് കളക്ഷൻസ് കണ്ടു. വുഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ബൗളുകളും പ്ലേറ്റുകളും അതുപോലത്തെ കുറച്ച് ഐറ്റംസ്. ഈ കാണുന്നതെല്ലാം തെർമൽ ഫ്ലാസ്കുകളാണ്, തെർമൽ ജഗ്ഗുകളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ ഡിസൈൻസ് കണ്ടോ, എന്താ ഭംഗി. ചായയും കോഫിയൊക്കെ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഫ്ലാസ്കുകളാണ്. ഭയങ്കര ലുക്കുള്ള ഫ്ലാസ്കുകൾ. ഈ ടേബിളിൽ വെക്കുന്ന ഐറ്റംസ് തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞാൻ കരുതും ഇനി എടുക്കണ്ട. എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ടേബിളിൽ വെക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്, കാണാനും താല്പര്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് എടുക്കണ്ട എന്ന് ഞാൻ കരുതും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡിസൈന് കാണുമ്പം, അല്ലെങ്കിൽ ആ ഒരു ഭംഗി കാണുമ്പം എടുത്തു പോവും. അങ്ങനെ എടുത്തതാണിത്. ഇതൊക്കെ ടേബിളിൽ വെക്കുന്നത് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യാനാ, ഇതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. പല ഞാൻ പറഞ്ഞല്ലോ, പല ഷേപ്പിലുള്ളത്, പല കളേഴ്സിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പം എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും എടുത്തു പോവും. അതിൻ്റെ ആ ഒരു ഭംഗി കാണുമ്പം എടുത്തു പോവും. അങ്ങനെ എടുക്കുന്നതാണ് ഇതൊക്കെ. ഇതൊക്കെ ടേബിളിൽ വെക്കുന്നത് തന്നെയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഇതൊക്കെ ജാറുകളാണ്, ബോട്ടിലുകൾ, ഗ്ലാസിൻ്റെ ബോട്ടിലുകളാണ്. കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോൾഡുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇത് എഗ്ഗിൻ്റെ ഷേപ്പിൽ വരുന്ന കട്ട്ലറി സെറ്റാണ്. ഇതൊരു ക്യാപ്സ്യൂൾ ഷേപ്പിലാണ് ഈ ഒരു കട്ട്ലറി സെറ്റ് വരുന്നത്. ഈ കാണുന്നതെല്ലാം കാസറോളുകളാണ്. ഇനി ഈ കാണുന്നത്
കല്ല് കൊണ്ടുണ്ടാക്കിയൊരു പാത്രമാണ്. ഇതിൻ്റെ ടോപ്പ് ഗ്ലാസ്സാണ്, പക്ഷെ ബാക്കിയുള്ളത് കല്ലാണ് വരുന്നത്. നല്ല പ്യുവർ കല്ലാണ്, നല്ല വെയിറ്റും ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു കുഞ്ഞു ബൗളും കൂടെ ഉണ്ട്, അതും നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ കബോർഡിലൊക്കെ വെക്കുന്ന കട്ട്ലറി സ്റ്റാൻഡുകളാണ്. അതിൽ മെറ്റലിൻ്റെതും സ്റ്റീലിൻ്റെതും വുഡിൻ്റെതും ഗ്ലാസിൻ്റെതും ഒക്കെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിലും ഫൈബറിലും എല്ലാം ഉണ്ട്, എല്ലാ മെറ്റീരിയലും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പാർട്ടിനും കൂടെയുള്ള വീഡിയോസ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആക്കിയിട്ടിടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.